ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ യാത്ര മലങ്കര ജലാശയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊടയത്തൂരിലേക്കാണ്. ഈ പോകുന്ന വഴിക്കുള്ള നമ്മുടെ ആദ്യത്തെ ഒരു കൊച്ചു ടൗൺ എന്ന് പറയുന്നത് മുട്ടമാണ്. മുട്ടത്തിൻ്റെ പ്രത്യേകത, മുട്ടത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് വാഗമണ്ണ്, പുള്ളിക്കാനം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാം. ഇടത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് മൂലമറ്റം, ഇടുക്കി അങ്ങനെയുള്ള റൂട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ കൊടയത്തൂർ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സ്പോട്ടിന് തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ ലിജു എന്ന് പറയുന്നൊരു ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ. ഏറ്റവും നാടൻ രീതിയിൽ രുചികരമായ ഒരു ഭക്ഷണം നൽകുന്ന ഒരു കടയാണ് ഈ ഹോട്ടൽ ലിജു എന്ന് പറയുന്നത്. വെറൈറ്റി ഫുഡൊന്നുമില്ല, പക്ഷെ ഉള്ള ഫുഡ് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ആദ്യത്തെ സ്പോട്ട്. ഇത് കൊടയത്തൂരാണ്. മലങ്കര ജലാശയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. നല്ല പച്ചപ്പട്ട് വിരിച്ച മൈതാനം പോലെ കിടക്കുന്നുണ്ടോ, എന്നെ രസമാണെന്നറിയാമോ. അയ്യോ, നേരത്തെ ഇതെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു ഈ പ്രദേശമെല്ലാം. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട്. കാരണം പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ നന്നായിട്ട് മുളച്ച് നിൽക്കുന്നത് കൊണ്ട്. അതേസമയം ഇങ്ങനെ തന്നെ നിന്ന ഒരു കുറച്ചാൾ കഴിഞ്ഞ് നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം കരിഞ്ഞൊക്കെ പോകുമായിരിക്കും. ഈ വെള്ളം മാറിക്കിടന്നപ്പോഴാണ് ഇപ്പം ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് തന്നെ മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ഈ വഴിയിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അങ്ങേയറ്റം വരെ ഒന്ന് പോയി നോക്കാം എന്താ കാണാനുള്ളത്. ഇത് പഴയൊരു ടാർ റോഡാണ്. എത്ര ദൂരം ഇത് പോകുമെന്നറിയില്ല. എന്താണേലും നമുക്ക് ആ ഒരു തെളിഞ്ഞു കിടക്കുന്ന റോഡിൻ്റെ അങ്ങേയറ്റം വരെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ഒരു സൈഡിൽ വെള്ളം, ഒരു സൈഡിൽ പച്ചപ്പ്. എന്താണേലും ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട്. എന്താണേലും ആ വഴി ഇവിടെ കൊണ്ട് തീർന്നു കേട്ടോ. ഇനി മൊത്തം കാടും പള്ളയൊക്കെയാണ്. ഇനി അങ്ങോട്ടൊരു വഴി കാണുന്നില്ല. നമുക്കിനെ തിരിച്ചു പോയേക്കാം. അപ്പോൾ നമ്മളിനി അടുത്ത സ്പോട്ടായ നമ്മുടെ എലപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള വഴിയോര കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകാം. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ സ്ഥലം കാഞ്ഞാറ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണാണ്. ഈ കാഞ്ഞാറിൽ നിന്ന് ഈ വലത് സൈഡിൽ കാണുന്ന ഈ ചെറിയ വഴി കൂടെ പോയാൽ മൂന്നുംകോയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് എത്താം. അവിടെ പോയാൽ നമുക്ക് ത്രിവേണി സംഗമവും കാണാം. ഇപ്പോൾ നമ്മൾ മൂലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഒരു തേക്കും കൂപ്പുണ്ട്. ആ കൂപ്പിൽ കൂടെയൊക്കെ കടന്നു വേണം നമുക്ക് മണപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ. അവിടെ നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് എലപ്പള്ളി വെള്ളച്ചാട്ടത്തേക്ക് കടന്നു.
അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മളെ ഇവിടെ സ്വാഗതം ചെയ്യുന്ന ഒരു അപായ ബോർഡാണ്, പുഴയിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. നമുക്കിതിൻ്റെ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്നത്. പാറയെല്ലാം നല്ല വഴുക്കളായിരിക്കും, പക്ഷെ അതുകൊണ്ട് മാക്സിമം ഇറങ്ങാതിരിക്കുന്നതിനാണ് നല്ലത്. ഈ സമയത്ത് മഴ ഇച്ചിരി കുറവായതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ നല്ല മഴക്കാലത്ത് അതിശക്തമായ ഒഴുക്കും അതിശക്തമായ വെള്ളമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ നിന്ന് നമ്മുടെ ദേഹത്തേക്കൊക്കെ വെള്ളമൊക്കെ അടിച്ച് ദേഹത്തേക്കൊക്കെ വീഴും. നമ്മൾ ഇപ്പം മൂന്നുങ്കവയലിൽ എത്തിയിരിക്കുകയാണ്. മൂന്നുങ്കവയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല അടിപൊളി തൂക്കുപാലമുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുകളിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമല്ല, മൂന്ന് നദികളുടെ സംഗമമാണ്. അത് ഒരു അച്ചാറ് എന്ന് പറയുന്ന ഒരു നദി, എലപ്പള്ളി തോട്ടിലെ ഒരു വെള്ളം, മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വരുന്ന വെള്ളം, ഇത് മൂന്നിൻ്റെയും കൂടെ സംഗമമാണ്. ഇത് നമ്മൾ വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ കാഞ്ഞാറിയിൽ നിന്ന് പാലത്തിന് മുന്നേ റൈറ്റ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താം. അല്ലാന്നുണ്ടെങ്കിൽ മൂലമറ്റം മണപ്പാടി ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു എന്നിട്ട് ഇവിടെ ഇങ്ങനെ പോരുന്ന വഴിക്ക് മണപ്പാടി നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് ഈ കാഞ്ഞാറ് ഈ സെയിം വഴിക്ക് നമ്മൾ പോരുമ്പോൾ അവിടെ പുഴയോരം എന്ന് പറഞ്ഞൊരു ഒരു റോഡിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തും. അടിപൊളി പ്ലേസാണ്, നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ തൂക്കുപാലത്തേക്കൂടെ തന്നെ വന്ന വഴി ഒന്ന് തിരിച്ചു പോയി നോക്കാം. ഈ മൂന്നുങ്കവയൽ വരുവാൻ വേണ്ടിയിട്ട് മറ്റൊരു എളുപ്പവഴിയും കൂടി ഉണ്ട്. അറക്കുളം ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വയലിൽ ആശുപത്രി കഴിഞ്ഞിട്ട് വരുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്താൽ നേരിട്ട് നമുക്ക് തൂക്കുപാലത്തിലേക്ക് എത്താം. അടുത്ത യാത്ര നച്ചാറ്, പവർ ഹൗസിലെ വെള്ളം, പിന്നെ വലിയാറ് എന്നിങ്ങനെ 3 നദികളുടെ സംഗമമായ ത്രിവേണി സംഗമം കാണാനുള്ള യാത്രയാണ്. ഈ കാഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഒപ്പമുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.